നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മുകേഷിൽ നിന്നും അതുപോലെ സിനിമാ രംഗത്തെ ഈ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ ഇതാ പോയിരിക്കുന്നു. കംപ്ലീറ്റ് അത് മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നിപ്പോ PV അൻവർ പൊട്ടിച്ച വെടിയിലേക്കും അത് സൃഷ്ടിച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കും ഊളിലത്തത്തിലേക്കും ഒക്കെ തന്നെ കേരള രാഷ്ട്രീയം പതുക്കെ അല്ല പെട്ടെന്ന് തന്നെ ചൂടുമാറി. അപ്പോൾ വളരെ വിദഗ്ധമായിട്ട് തന്നെ ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു. ഇപ്പം മുകേഷിന് മിക്കവാറും രാജിവെക്കേണ്ടി വരില്ല. മുകേഷിനെ ജനങ്ങൾ കൈവിട്ടു, അൻവറിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അൻവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൂടാതെ പത്രസമ്മേളനവും നടത്തി കാര്യങ്ങളൊക്കെ വ്യക്തമാവും. സാധാരണഗതി പാർട്ടി ഫോറത്തിൽ പറയേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ MLA-മാരുടെ അല്ലെങ്കിൽ LDFിൽ പറയേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും പറയാൻ സ്വന്തമായിട്ട് പത്രസമ്മേളനം നടത്തി സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കെയർ ഓഫിൽ വന്ന ഒരു MLA ഇത് കാണിച്ച അപ്പൊ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ MLA പാർട്ടിയുടെ ദാനമായി കിട്ടിയ MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ഒന്നുമല്ലാത്ത PV അൻവർ എന്ന് പറയുന്ന സ്വതന്ത്രനേക്കാൾ എത്രയോ ഉയരെ നിൽക്കുന്ന ആളാണ് EP ജയരാജൻ. പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായ ആൾ, കഴുത്തിൽ വെടിയേറ്റുകൊണ്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് ആജീവനാന്തം കഴിയുന്ന ആള്. ഈ മനുഷ്യൻ തന്നെയാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസുകാരെ ഇൻഡിഗോ എയർലൈൻസ് വെച്ച് തള്ളിയിട്ടിട്ട് ആജീവനാന്തം അതിന്റെ വിലക്ക് വാങ്ങിച്ചത്. അങ്ങനെ ശക്തമായിട്ട് പിണറായിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന EP ജയരാജൻ, US-നെതിരെ പിണറായിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന EP ജയരാജൻ പക്ഷെ സംസ്ഥാന സെക്രട്ടറി ആവാൻ എന്തുകൊണ്ട് അടുത്ത സെക്രട്ടറി ആവാൻ യോഗ്യനായ ആള് അദ്ദേഹത്തെ LDFിന്റെ കൺവീനർ സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അവഗണിച്ചതിന് പുറമെ ഇപ്പൊ ആ സ്ഥാനം കൂടി അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പുറത്തു പോകുന്നതിന് മുമ്പ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പാർട്ടിയിൽ നിന്ന് ശുപാർശ പോലീസിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കരിവന്നൂർ കേസിൽ EP ജയരാജനെ കൊടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ അന്ന് പാർട്ടി ഫോറത്തിൽ തന്നെ ഉന്നയിച്ചു, സ്വന്തമായിട്ട് പത്രസമ്മേളനം നടത്തിയല്ല. അങ്ങനെ നടത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള അതിനെക്കുറിച്ച് യാതൊരു ഫോളോ അപ്പും ഉണ്ടായില്ല. ഈ പ്രതികളെക്കുറിച്ച് ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഇത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒരു നടപടി ഇതുവരെ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസില് പാർട്ടിയുടെ അനാവശ്യമായ ഇടപെടലിനെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടോ ഇന്നിപ്പോ P ജയരാജൻ അദ്ദേഹത്തിന്റെ വൈദേകം റിസോർട്ടിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ കുറ്റാരോപിതനാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് വർക്ക് ചെയ്യും. PV അൻവർ എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഒന്നും അല്ലാത്ത ഇന്നലെ ഇങ്ങനെ കയർന്നു വന്ന ഒരു വ്യവസായി CRO ലിയോണിൽ ചെമ്പുകനി നടത്തുന്ന ഒരാളിന് പറഞ്ഞത് അതങ്ങ് വേദവാക്യമായിട്ട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഇവിടെ പാർട്ടിയുടെ ഉറച്ച അടിത്തറയായി നിന്ന് പ്രവർത്തിച്ച പാർട്ടിയുടെ ശക്തിയും അതുപോലെ തന്നെ പാർട്ടിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയുമായ EP ജയരാജൻ പറഞ്ഞത് അപ്പാടെ പുച്ഛിച്ചു തള്ളുകയും ആണ് അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹത്തെ വീണ്ടും ഒരു രക്തസാക്ഷി കൂടിയാക്കുകയുമാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. ഇതിലേക്ക് നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് കഴിയുമ്പോൾ ഇപ്പൊ ആരോപിതരായിരിക്കുന്ന ആരൊക്കെയാ? സുജിത് ദാസ്, അദ്ദേഹം പുറത്ത് പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ MR അജിത് കുമാർ, അതുപോലെ തന്നെ ശശിധരൻ, P ശശി. അതേസമയം ആരോപണം ഉന്നയിച്ചിരിക്കുന്നവർ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട്. PV അൻവറിനെ കൂടാതെ KT ജലീൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇഷ്ടപൗരൻ, അതുപോലെ തന്നെ റസാഖ്, ഇവരെല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഒരു മലബാർ ലോബിയുടെ കളി ഇവർക്കെതിരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവരിത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പൊതുവേദിയിൽ നിന്നുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അല്ല, ഇവരെല്ലാം പറഞ്ഞില്ല. PV അൻവർ പറഞ്ഞപ്പോൾ തന്നെ പൊതുവേദിയിൽ പോലീസുകാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ കോട്ടയത്ത്, ഞാൻ ഈ നിൽക്കുന്ന കോട്ടയത്ത് തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയായി. ഇതൊക്കെ വളരെ അസ്വാഭാവികമായിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ മുകേഷിനെ കൈവിടാതിരിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് ഇറക്കിയ ഒരു കാർഡാണ്. അല്ലെങ്കിൽ ഈ ടൈമിംഗ്, ഈ സമയത്ത് ഇത് പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. മാധ്യമങ്ങളെ വിഡ്ഢികളാക്കാൻ എളുപ്പമാണെന്ന് ഒരിക്കൽ കൂടി ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണ്.